നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേട് കേസ് അവസാനിപ്പിച്ചു ഹൈക്കോടതി. നടപടി വിജിലൻസിന്റെ ത്വരിതാന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടികൾ വേണ്ടെന്ന നിർദ്ദേശം. കൊടിമര പുനർനിർമ്മാണത്തിനായി സംഭാവന ലഭിച്ചത് 412 ഗ്രാം സ്വർണം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്നറിയാം. വൈകിട്ട് 3 മണിവരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ആകെയുള്ളത് 985 സ്ഥാനാർത്ഥികൾ. പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തിയ അപരന്മാരും വിമതരും. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ലീഗ് നേതാവ് ഇർഷാദിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് ജില്ലാ കളക്ടർ. പ്രഥമദൃഷ്ട്യാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കണ്ടെത്തൽ. സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിലൂടെ വെളിവാകുന്നത് UDFന്റെ സംസ്കാരമെന്ന് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും. അധിക്ഷേപ പരാമർശത്തിൽ ലീഗ് ഉചിതമായ നിലപാടെടുത്തെന്നും സമാന സംഭവങ്ങളിൽ CPM എന്ത് ചെയ്തെന്നും VD സതീശൻ. ഡീസലിനും പെട്രോളിനും വില വർദ്ധിപ്പിച്ച് സ്വകാര്യ ഇന്ധന വിതരണക്കാരായ നയാര എനർജി പെട്രോളിന് ലിറ്ററിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചു. വില കൂട്ടിയത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില വർദ്ധിച്ചത് ചൂണ്ടിക്കാട്ടി. അമേരിക്കയുടെ വെടിനിർത്തൽ ഉപാധികൾ തള്ളി ഇറാൻ. US-മായി സമാധാന ചർച്ചകൾ നടത്തുന്നില്ലെന്നും പ്രതിരോധം തുടരുക എന്നതാണ് പദ്ധതിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി. യുദ്ധം ലക്ഷ്യത്തോടടുക്കുന്നുവെന്നും സമാധാന ചർച്ചകൾ നടക്കുന്നുവെന്ന് സമ്മതിക്കാൻ ഇറാന് ഭയമാണെന്നും ട്രംപ്. കൊച്ചി എടയാർ വ്യവസായ മേഖലയിലെ ഓയിൽ കമ്പനിയിൽ തീപിടുത്തം. ഒരാൾ മരിച്ചു. മരിച്ചത് ബീഹാർ സ്വദേശിയായ തൊഴിലാളി ശത്രുഘ്നൻ മുഖ്യ. തീപിടുത്തമുണ്ടായത് PG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിൽ. പരിക്കേറ്റവർ ആശുപത്രിയിൽ. ആന്ധ്രയിൽ ബസ്സിന് തീപിടിച്ച് 13 പേർ വെന്തു മരിച്ചു. 20 പേർക്ക് ഗുരുതര പരിക്ക്. അപകടം മർക്കപുരം ജില്ലയിൽ ഇന്ന് പുലർച്ചെ 6 മണിയോടെ. തീപിടുത്തമുണ്ടായത് സ്വകാര്യ ബസ് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച്. നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റെന്ന് പോലീസ്. വായ്പാ തട്ടിപ്പ് കേസിൽ ബ്രിട്ടനിലേക്ക് മുങ്ങിയ ഇന്ത്യൻ വ്യവസായി നീരവ് മോദിക്ക് തിരിച്ചടി. തന്നെ ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ നീരവ് നൽകിയ അപ്പീലിൽ ഇടപെടാതെ ലണ്ടൻ കോടതി. നീരവിനെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കാൻ ഇന്ത്യൻ ഏജൻസികൾ. നീരവ് ബ്രിട്ടനിലേക്ക് രക്ഷപ്പെട്ടത് 2018. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇറ്റലിക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. വടക്കൻ അയർലൻഡിനോട് തോറ്റാൽ ഇറ്റലിക്ക് തുടർച്ചയായി 3ാമതും ലോകകപ്പ് നഷ്ടമാകും. മത്സരം രാത്രി 1:15. ബ്രസീൽ ഫ്രാൻസ് സൗഹൃദ പോരാട്ടവും ഇന്ന്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.